ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് നമ്മളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് മെനക്കെട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പരിപാടി കാരണം അതാ ഞങ്ങൾക്ക് ഇന്നൊരു വിശേഷമുണ്ട്. നമ്മളെ ഋതു വലിയ കുട്ടിയായിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. രാത്രിയായി പോകാനും വേണ്ടിയിട്ട് രാവിലെ പ്രസിക്ക് ഓളെ വീട്ടിൽ കർമ്മം കൊടുക്കലൊക്കെ ആയ കാരണം രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പം ഞാനും മക്കളും കൂടി രാത്രിയാണ് കേട്ടോ ഇറങ്ങി. പിന്നെ നോമ്പ് പറഞ്ഞതിൻ്റെ ശേഷം ആ സമയത്തേക്കാണ് നമ്മൾ കടയിലേക്ക് പോയത് കേട്ടോ. വൈകുന്നേരം നേരത്തെ അവർക്ക് ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ തപ്പി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ രാവിലെ പോയി എടുക്കേണ്ടി വന്ന്. വേറെ കാര്യം, തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ചുരണ്ടിയേസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയായിരുന്നു. പനി പിടിച്ച് കിടക്കുന്നിടത്തു നിന്നാണ് ഞാനിത് ഓളൊപ്പം പോയത്. അപ്പം അവരൊക്കെ ഇതെന്ത് വാട്ടറാ? അപ്പൊ എല്ലാവർക്കും ആയാ? അപ്പൊക്കൊന്നും കിട്ടിയില്ലല്ലോ. പിടിച്ചാടാ, അതൊന്ന് പിടിച്ചാണേ. അമ്മ കൈ പിടിച്ചില്ല. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നെയ്ച്ചോറാണിത്. എനിക്കും വേണട്ടോ പ്ലേറ്റ്. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ നേരം വൈകിട്ട് മാത്രല്ല കല്യാണപ്പരെ നെയ്ച്ചോറുണ്ട് ഫീലിംഗ് അല്ലേ. ഞങ്ങള് കിടക്കാൻ പോവാട്ടാ. അപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു ലെമൺ ടീ കഴിച്ചാൽ നല്ല സൂപ്പറാണ് കേട്ടാ. നല്ലതല്ലേ? അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടാ. കുറച്ച് നാരങ്ങ നീരും ഇതിനുള്ള പഞ്ചസാരയും ഒരു ഇത്തിരി തേയില ഇട്ടാൽ ലെമൺ ടീ റെഡിയാണ്. അപ്പോൾ നമ്മൾ തല്ലൂടലൊക്കെ കഴിഞ്ഞ് ചിക്കൻ നെയ്ച്ചോറും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ലെമൺ ടീ കൂടിയാണ് കുടിക്കുക. എന്നാലേ ആ സംഭവം ഫിനിഷ് ആവുള്ളൂ അല്ലേ. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എടുക്കണതൊക്കെ. എന്താ വെച്ചാൽ രാവിലെ നീറ്റ് ഋതുവിനെ മഞ്ഞളൊക്കെ തേപ്പിക്കുകയാണ് നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ശരിക്കും നമ്മളെ വീട്ടിലല്ല കേട്ടോ പരിപാടി. ഓളെ വീട്ടിൽ അമ്പലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണ്. അവരുടെ വീട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പരിപാടി ഇട്ട. പരിപാടി എന്നല്ല, ഇത് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വെച്ചിട്ട് ശരിക്കുള്ള പരിപാടി അവർ നടത്തും. അപ്പോൾ അതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും കുളിച്ചതല്ലേ വിചാരിച്ചിട്ട് ജസ്റ്റ് ആ ചടങ്ങിന് വേണ്ടിയിട്ടൊന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിവിടെ സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചേച്ചിമാർ രണ്ടാളും കൂടി ഒരുക്കി കൊടുക്കുകയാണ്. അറിയാലോ, അത് അഞ്ചുട്ടി കേട്ടോ. പച്ച അഞ്ചുട്ടി എൻ്റെ കുട്ടി, പിന്നെ മറ്റേ ചേച്ചിയുടെ കുട്ടി തുമ്പി, പിന്നെ അനിയത്തിൻ്റെ കുട്ടി ഋതു. ഞങ്ങൾ 4 പെൺകുട്ടികൾക്ക് ഓരോ പെൺകുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനും പ്രസിയും കൂടി പിന്നെ രാവിലെ പോയിട്ട് ഡ്രസ്സ് എടുത്തതാണ് ഇട്ടത്. നമ്മൾ തിരൂർ കൃഷ്ണയിൽ പോയിട്ടാണ് എടുത്തത്. അപ്പോൾ ചടങ്ങായിട്ടൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് കുളിച്ച് കയറുമ്പോൾ ഒന്ന് വെള്ളമൊഴിച്ച് കയറ്റി മാത്രം ഇട്ടാ, വിളക്കും വെച്ചിട്ട് അത്ര മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഞായറാഴ്ചയാണ് അവരുടെ വീട്ടിലത്തെ പരിപാടി ഇട്ടാ. അപ്പോൾ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാൽ വീഡിയോ എടുക്കണം, പോകാൻ പറ്റുകയാണെങ്കിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കുമെന്നൊന്നും അറിയില്ല. നമ്മളുടെ അവിടെ ഇങ്ങനെ പല പരിപാടികളുണ്ട് കേട്ടോ. ചിലർ കഴിക്കും, ചിലർ കഴിക്കില്ല. ഇപ്പം അഞ്ചുട്ടിയൊന്നും വലിയ കുട്ടിയായിട്ടൊന്നും നമ്മൾക്ക് പരിപാടിയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അന്ന് എൻ്റെ കണ്ണ് പൊട്ടിയ സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ജീവിതത്തിലൊരു തീരാ നഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യമാണ്. കാരണം നമുക്കൊരു പെൺകുട്ടിയുടെ ഒരു കാര്യം നടത്തുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു കേട്ടോ. എനിക്ക് ഇതൊക്കെ ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണ് കേട്ടോ. അന്ന് എൻ്റെ കണ്ണേറ്റ് വയ്യാതായിരുന്നു. നമ്മൾ വാടക വീട്ടിൽ നിന്നിരുന്നതും ഒന്നും ചെയ്തു തരാനും ഒന്നിനും ഒരാളില്ലാത്ത വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അന്ന്. അങ്ങനത്തെ ഒരു നാളുകളിലൂടെ കടന്നു പോകുന്ന ടൈമിലാണ് എൻ്റെ കുട്ടി വലിയ കുട്ടിയായത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓളും ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഒരു ഡ്രസ്സ് എടുക്കലോ സ്വർണം കിട്ടലോ ഒന്നുമില്ല. ആകെയുള്ളൊരു പെൺകുട്ടിയായിട്ട് പോലും ഞങ്ങൾക്കത് നടത്താൻ പറ്റിയില്ല കേട്ടോ. എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ എന്തെല്ലാം കാരണങ്ങളോ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. നടത്തുകയെന്ന് വിചാരിച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ളവരൊന്നും വിളിക്കണം, നമ്മളെ വീട്ടുകാർ മാത്രം കൂടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മധുരം കൊടുക്കാനും ഒന്നിനും പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇടങ്ങളുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ ഞാനന്നൊക്കെ അവളോട് പറയായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഇടണം, അവൻ്റെ കുട്ടിയുടെ അന്ന് എനിക്കൊരു ചാനലുണ്ട് 5 ഡ്രീംസിൽ ഇടണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പറയും അതൊന്നും വേണ്ട അമ്മ, അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കേണ്ടതാണ്. പക്ഷേ അവൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു വീഡിയോ പോലും എടുക്കാൻ എനിക്ക് ജന്മത്തിൽ പറ്റിയില്ല. സത്യം പറയാലത് വലിയൊരു ഇടങ്ങറ് പിടിച്ചൊരു കാര്യമാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി. ഇന്ന് ആരുമില്ല കേട്ടോ, വീട്ടിൽ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് അച്ഛനും കണ്ണനും ശ്രീകുട്ടനും ഉണ്ട് കേട്ടോ. വേറെ പുറത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. അല്ലാണ്ട് ഇനി ഇത് കണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ അമ്മ വീട്ടിൽ വെച്ചിട്ട് പരിപാടി നടത്തി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. പരിപാടി അവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുക കേട്ടോ. പ്രസിലെ കല്യാണം കഴിച്ച ഋതുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുക കേട്ടോ. ഇതാണ് ഋതുവിൻ്റെ അനിയട്ട ഹരിക്കുട്ടെ. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചൊരു മധുരം ഉണ്ടാക്കിയതാണ് കേട്ടോ. പായസം വെച്ചു, അടപ്പായസമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസമൊക്കെ. അപ്പോൾ ചുവന്ന കളറിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കുക്കറിലില്ലേ പാല് ആദ്യം ഒന്ന് തിളച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ അത് എന്താ പറയുക സിമ്മാക്കിയിട്ടിട്ട് അങ്ങനെ കത്തിക്കാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടൊരു 3-4 വിസിലൊക്കെ അടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇത് കിട്ടും, കളറ് കിട്ടും കേട്ടോ പായസത്തിന്. ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ടാണ്ട് അടച്ചിട്ടാൽ മതി, സിമ്മിലിടണം കേട്ടോ. അപ്പോൾ അതവിടെ വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ കിടന്നിട്ട് കുറച്ചുകൂടി തിക്കായി കിട്ടും. പിന്നെ കുറച്ച് പാലിൽ നമ്മൾ ഈ അട വേവിക്കുന്നുണ്ട് കേട്ടോ. അട ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ പാലിൽ തന്നെയാണ് വേവിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ പായസം ഉണ്ടാക്കിയത്. പിന്നെ ഒന്ന് കാരമലൈസ് ചെയ്തു, മിൽക്ക് മെയ്ഡ് ഒഴിച്ചു, ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അടപ്പായസമാണ് കേട്ടോ. നമ്മൾ കാരമലൈസ് ചെയ്തിരുന്നു, പിന്നെ മിൽക്ക് മെയ്ഡും കുറച്ച് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പായസമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ.